നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് നാരായണീയത്തിലെ 20-ാം ദശകം ആരംഭിക്കുകയാണ്. 1-ാമത്തെ ശ്ലോകം. പ്രിയവ്രതസ്യ പ്രിയപുത്രഭൂതാത് ആഗ്നേത്രരാജാദുരിതോ ഹി നാഭിഃ ത്വാം ദൃഷ്ടവാൻ ഇഷ്ടതമിഷ്ടിമധ്യേ തവൈവ തുഷ്ടേ കൃതയജ്ഞകർമ്മ. സ്വയംഭവ മനുവിൻ്റെ സന്താനങ്ങളിൽ ഇളയവനാണ് ഉത്താനപാദൻ. അദ്ദേഹത്തിൻ്റെ പുത്രൻ ധ്രുവൻ. അതെല്ലാം ധ്രുവന്റെ കഥയൊക്കെ നമ്മൾ കേട്ടതാണ്. മനുവിൻ്റെ ജ്യേഷ്ഠപുത്രനാണ് പ്രിയവ്രതൻ. അദ്ദേഹത്തിൻ്റെ വംശപരമ്പരയെ കുറിച്ചാണ് നാം ഈ ദശകത്തിൽ പറയുന്നത്. പ്രിയവ്രതന് ഭാര്യയായ ബർഹിഷ്മതിയിൽ 10 പുത്രന്മാരുണ്ടായി. അവരിൽ മൂത്തവനാണ് ആഗ്നീദ്രൻ. ആഗ്നീദ്രൻ പിതാവിന് വളരെ പ്രിയപ്പെട്ടവനായിരുന്നു. പ്രിയവ്രതനെ തുടർന്ന് രാജഭാരം ഏറ്റെടുത്ത ആഗ്നീദ്രന് പൂർവചിത്തി എന്ന അപ്സരസിൽ നാഭി എന്നൊരു മകൻ ജനിച്ചു. നാഭിക്ക് മേരു എന്ന പ്രസിദ്ധയായ പത്നിയെ ലഭിച്ചു. എന്നാൽ അവർക്ക് സന്താനങ്ങളൊന്നും ഉണ്ടായില്ല. അതിനുവേണ്ടി ഭഗവത് പ്രീതി നേടാനായി നാഭി ഒരു യാഗം നടത്തി. യാഗം പൂർത്തിയായില്ല. യാഗത്തിന്റെ മധ്യത്തിൽ തന്നെ ഭക്തർക്ക് അഭീഷ്ടദാനം ചെയ്യുന്ന ഭഗവാൻ നാഭിയുടെ മുന്നിൽ പ്രത്യക്ഷനായി. പ്രിയവ്രതസ്യ പ്രിയപുത്രഭൂതാത് ആഗ്നീത്രരാജാദുരിതോ ഹി നാഭിഃ ത്വാം ദൃഷ്ടവാൻ ഇഷ്ടതമിഷ്ടിമധ്യേ തവൈവ തുഷ്ടേ കൃതയജ്ഞകർമ്മ. ഇന്ന് 2-ാമത്തെ ശ്ലോകമാണ്. അഭിഷ്ടുത സ്തത്ര മുനീശ്വരീസ്തും രാജ്ഞാ സ്വതുല്യം സുതമർത്ഥ്യമാനഃ സ്വയം ജനിഷ്യേഹമിതി ബ്രുവാണ തിരോദധാ ബർഹിഷി വിശ്വമൂർത്തേ. അല്ലയോ വിശ്വമൂർത്തി, വിശ്വം തന്നെ മൂർത്തിയായുള്ളവനെ, ഗുരുവായൂരപ്പ, ഈ യാഗം നടക്കുമ്പോൾ ഒരുപാട് മുനികളൊക്കെ ഉണ്ടാവും അവിടെ, മുനീശ്വരന്മാർ. അപ്പൊ യാഗമധ്യത്തിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ മുനിവരന്മാരെല്ലാം അദ്ദേഹത്തെ സ്തുതിച്ചു. രാജാവ് ഭഗവാനെ കാണുമ്പോൾ എന്തെങ്കിലും ആവശ്യപ്പെടുമല്ലോ. അദ്ദേഹം ആവശ്യപ്പെട്ടത് ഒരു പുത്രനുണ്ടാകണം എന്നാണ് ആഗ്രഹം. പക്ഷെ പറഞ്ഞത് ഭഗവാന് തുല്യനായ ഒരു പുത്രനുണ്ടാവണേ എനിക്ക് എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. ഭഗവാന് തുല്യനായ ഒരു പുത്രൻ അതെങ്ങനെ ഉണ്ടാവാനാണ്? ഭഗവാൻ തന്നെ പുത്രനായി അവതരിക്കണം. അപ്പോ ഭഗവാൻ പറഞ്ഞു, അങ്ങനെയൊരു വരം ആവശ്യപ്പെട്ട സ്ഥിതിക്ക് ഞാൻ തന്നെ പുത്രനായി ജനിക്കാം എന്ന് അദ്ദേഹം അനുഗ്രഹിച്ചു.
അപ്പോൾ തന്നെ യാഗാഗ്നിയിൽ അന്തർധാനവും ചെയ്തു. അപ്പോൾ തനിക്ക് തന്നെ പോലൊരു പുത്രൻ വേണം, വേറെ ആരെങ്കിലും അല്ല, ഭഗവാനെ പോലെ പുത്രൻ എന്ന് പറഞ്ഞാൽ അത് ഭഗവാൻ തന്നെ ആയിരിക്കണം, അല്ലേ? ഭഗവാന്റെ മറ്റൊരു ജന്മമായിരിക്കണം. അതാണ് നാഭിക്ക് നൽകിയ വരം. ഇതാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അഭിഷ്ടുതസ്തത്ര മുനീശ്വരൈസ്ത്വം രാജ്ഞാ സ്വതുല്യം സുതമർത്യമാനഃ സ്വയം ജനിഷ്യേഹമിതി ബ്രുവാണ തിരോദധ ബർഹിഷി വിശ്വമൂർത്തേ. മൂന്നാമത്തെ ശ്ലോകമാണ് ഇന്ന്. നാഭിപ്രിയായാമധ മേരുദേവ്യാം ത്വമംശതോ ഭൂഋഷഭാദി അഭിധാനഃ അലോകസാമാന്യഗുണപ്രഭാവ പ്രഭാവിതാശേഷ ജനപ്രമോദഃ. പിന്നീട് നാഭിയുടെ പത്നിയായ മേരുദേവിയിൽ നിന്തിരുവടി തന്നെ ഋഷഭൻ എന്ന പേരോടുകൂടി അലോകസാധാരണമായ ഗുണപ്രഭാവങ്ങളാൽ അഖില ജനങ്ങളെയും സന്തോഷിപ്പിക്കുന്നവനായി ജനിച്ചു. താൻ തന്നെ പുത്രനായി ജനിക്കാമെന്ന് വരം കൊടുത്തിരിക്കുകയാണ് ഭഗവാൻ. അതുകൊണ്ട് മേരുദേവിയുടെ പുത്രനായി അദ്ദേഹം ഋഷഭൻ എന്ന പേരോടുകൂടിയാണ് ജനിച്ചത്. ഋഷഭ ശബ്ദത്തിന് ശ്രേഷ്ഠൻ എന്ന അർത്ഥം കൂടിയുണ്ട്. ആ അർത്ഥം അന്വർത്ഥമാക്കത്തക്കവണ്ണം ഭഗവാന്റെ അംശാവതാരമായ ഋഷഭൻ മറ്റുള്ളവരിൽ കാണാത്ത എല്ലാ ഗുണങ്ങളും ചേർന്ന ആളായിരുന്നു. ആ ഗുണപ്രഭാവങ്ങൾ അശേഷ ജനങ്ങൾക്കും സന്തോഷമുണ്ടാക്കുന്ന തരത്തിലായിരുന്നു. അങ്ങനെ ഋഷഭദേവൻ അവതരിച്ചു. നാഭിപ്രിയായാമത മേരുദേവ്യാം ത്വമംശതോ ഭൂ ഋഷഭാഭിധാനഃ അലോകസാമാന്യഗുണപ്രഭാവ പ്രഭാവിതാശേഷ ജനപ്രമോദഃ. 20ാം ദശകത്തിലെ 4ാമത്തെ ശ്ലോകമാണിന്ന്. ത്വയി ത്രിലോകീഭൃതി രാജ്യഭാരം നിധായ നാഭി സഹ മേരുദേവ്യാ തപോവനം പ്രാപ്യ ഭവന്നിഷേവി ഗതക്കിലാനന്ദപദം പദം തേ. ത്രിലോകീവൃതി, ത്രിലോകങ്ങളെ ഭരിക്കുന്ന ത്വയി നിദ്രവടിയിൽ സകല ലോകങ്ങളുടെയും ഭരണം നടത്തുന്നവനാണ് ഭഗവാൻ. ആ ഭഗവാനാണ് സ്വപുത്രനായി ജനിച്ചതെന്ന് അറിവുള്ള നാഭി രാജ്യഭാരം പുത്രനിൽ ഏൽപ്പിച്ച് ഭാര്യയായ മേരുദേവിയോടൊപ്പം വാനപ്രസ്ഥം സ്വീകരിച്ചു. തപോവനത്തിൽ ഭഗവാനെ സേവിച്ചു കൊണ്ട് അവർ കാലം കഴിച്ചു. അവസാനം വളരെ ആനന്ദപ്രദമായ ഭഗവാന്റെ പാദത്തിൽ, ഭഗവത് പാദത്തിൽ വിലയം പ്രാപിച്ചു, മോക്ഷം പ്രാപിച്ചു. ത്വയി ത്രിലോകീഭൃതി രാജ്യഭാരം നിധായ നാഭി സഹ മേരുദേവ്യാ തപോവനം പ്രാപ്യ ഭവന്നിഷേവി
ഗതക്കിലാനന്ദപദം പദം തേ. അടുത്തത് 5-ാമത്തെ ശ്ലോകമാണ്. അപ്പോൾ ഋഷഭൻ രാജ്യഭാരം ഏറ്റെടുത്തിരിക്കുകയാണല്ലോ. ഇനിയാണ് കാര്യങ്ങൾ. എപ്പോഴും നല്ല ആളുകളെ നല്ല രീതിയിൽ രാജ്യം ഭരിക്കുമ്പോൾ ഇന്ദ്രനൊരു കുശുമ്പുണ്ട്. അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഇന്ദ്രസ്തദുത്കർഷ കൃതാത് അമശാത് ബഭർഷന അസ്മിന്ന ജനാഭവർഷേം യഥാ തഥാ ത്വം നിജയോഗശക്ത്യാ സ്വവർഷമേന വ്യദഥാ സുവർഷം. ഋഷഭദേവൻ ഭരണം ആരംഭിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ രാജ്യത്തിന് അജനാഭവർഷം എന്നാണ് പേര്. അല്ലെ, നല്ല രാജാക്കന്മാര് രാജ്യം ഭരിക്കുമ്പോൾ ആ നാട് ഐശ്വര്യ സമൃദ്ധമായി തീരും. ഇവിടെയും അത് തന്നെ സംഭവിച്ചു. അപ്പോൾ അജനാഭവർഷം വളരെ ഉത്കർഷമായിട്ട് ഐശ്വര്യ സമൃദ്ധിയോടുകൂടി ഇരിക്കുന്നത് നമ്മുടെ മുകളിലിരിക്കുന്ന ദേവേന്ദ്രന് ഇഷ്ടമല്ല. തന്നെക്കാളും വലുതാവാൻ പാടില്ല ആരും എന്നാണ് ഇന്ദ്രന്റെ ഒരു കരുതൽ. അപ്പോൾ ഇന്ദ്രന് അസൂയ അമർഷമായി. അപ്പോൾ ഒരു കാര്യം വിചാരിച്ചു, ഇന്ദ്രൻ വിചാരിച്ചാലും നാട്ടിൽ മഴ പെയ്യുള്ളൂ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഈ അജനാഭവർഷം എന്ന രാജ്യത്തില് ഞാൻ മഴ പെയ്യിക്കില്ല. സമയത്തിന് മഴ പെയ്താലല്ലേ ധാന്യങ്ങളും ചെടികളും ഒക്കെ ഉണ്ടായി രാജ്യം ഫലഭൂയിഷ്ടമായി തീരുകയൊക്കെ ഉള്ളൂ. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു കുശുമ്പ് ഇന്ദ്രൻ ഉണ്ടാവുകയും ആ രാജ്യത്ത് മഴ സമയത്തിന് പെയ്യാതിരിക്കുകയും ചെയ്തു. ഇത് മനസ്സിലാക്കി ഋഷഭദേവൻ. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? തൻ്റെ യോഗശക്തി കൊണ്ട് മഴ പെയ്ച്ചു. കൃത്രിമമായിട്ട് അങ്ങോട്ട് മഴ പെയ്തു. അപ്പോൾ ആവശ്യത്തിന് മഴ, അതായത് അതിവൃഷ്ടിയോ അനാവൃഷ്ടിയോ അല്ല, ചെടികൾക്കും അതുപോലെ ധാന്യങ്ങൾ ഉണ്ടാവാനും ജനങ്ങളുടെ ആവശ്യങ്ങളും നിറവേറ്റാൻ പാകത്തിനുള്ള മഴ, സുവർഷം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെ തൻ്റെ ശക്തി കൊണ്ട്, യോഗ ശക്തി കൊണ്ട് തൻ്റെ രാജ്യത്തെ മഴ പെയ്യുകയും അങ്ങനെ രാജ്യം ഐശ്വര്യപൂർണമായി തീരുകയും ചെയ്തു. അപ്പം എന്തായി? ഇത് കണ്ടപ്പോൾ ഇന്ദ്രന് തോറ്റുപോയി അല്ലേ? ഋഷഭദേവന്റെ മുമ്പിൽ അദ്ദേഹം തോറ്റുപോയി. ഇന്ദ്രസ്ത്വദുത്കർഷകൃതാദമർഷാദ് ഭവർഷനാസ്മിന്ന ജനാഭവർഷേ യഥാ തഥാ ത്വം നിജയോഗശക്ത്യാ സ്വവർഷമേന വ്യദഥാ സുവർഷം. ഇന്ന് 6-ാമത്തെ ശ്ലോകമാണ്. ജിതേന്ദ്രദത്തം കമനീം ജയന്തീം അധോദ്വഹന്നാത്മരതാശയോപി അജീജനസ്തത്ര ശതം തനൂജാൻ യേഷാം ക്ഷിതിശോ പരതോഗ്രജന്മ. നമ്മുടെ ഭാരതം എങ്ങനെ ഉണ്ടായി എന്നുള്ള ഒരു കാര്യമാണ് ഈ ശ്ലോകത്തിൽ നമുക്ക് അറിയാൻ കഴിയുന്നത്. അതായത് ഇന്ദ്രൻ ഋഷഭന്റെ മുമ്പിൽ തോറ്റുപോയി. അപ്പോൾ ഒരു ചമ്മലൊക്കെ ഉണ്ട്. അത് മാറ്റാൻ വേണ്ടി ഇന്ദ്രൻ എന്ത് ചെയ്തു? സുന്ദരിയായ ജയന്തിയെ അദ്ദേഹത്തിന് സമ്മാനിച്ചു. അങ്ങനെ ജയന്തിയെ വിവാഹം കഴിച്ച ഇന്ദിരവടി അജനാഭവർഷം എന്ന രാജ്യത്തിന്റെ രാജാവാണ് ഋഷഭൻ അല്ലേ? അദ്ദേഹം ജയന്തിയെ വിവാഹം കഴിച്ച് അവരിൽ 100
മക്കള് ജനിപ്പിച്ചു. അദ്ദേഹം ഭഗവാന്റെ അംശാവതാരമാണ്. ഈ ലൗകികമായ കാര്യങ്ങളൊന്നും ഇതിലൊന്നും താല്പര്യമില്ലാത്ത ആളാണെങ്കിലും മനുഷ്യനായിട്ടാണ് ജനിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ലൗകിക ധർമ്മം അനുഷ്ഠിക്കുക എന്നുള്ള രീതിയിൽ 100 പുത്രന്മാരെ ജനിപ്പിച്ചു. അവരിൽ മൂത്ത ആളായിരുന്നു ഭരതൻ. ഈ ഭരതൻ രാജ്യം ഭരിച്ചതുകൊണ്ടാണ് നമ്മുടെ നാടിന്, നമ്മുടെ മാതൃഭൂമിക്ക് ഭാരതം എന്ന പേര് വന്നത് എന്നും അഭിപ്രായപ്പെടുന്നുണ്ട്. ജിതേന്ദ്രദത്താം കമനീം ജയന്തീമധോദ്വഹന്നാത്മരഥാശയോപി അജീജനസ്തത്ര ശതം തനൂജാനേഷാം ക്ഷിതീശോ ഭരതോഗ്രജന്മാ. ഏഴാമത്തെ ശ്ലോകമാണെന്ന്. നവാഭവൻ യോഗിവര നവാന്യേ ത്വപാലയൻ ഭാരതവർഷഖണ്ഡാൻ സൈകാത്വശീതിസ്തവ ശേഷപുത്രാസ്തവോ ബലാത് ഭൂസുരഭൂയമീയുഹു. ഋഷഭരാജാവിൻ്റെ മൂത്ത മകൻ ഭരതൻ ആണല്ലോ. അദ്ദേഹം രാജ്യഭാരമേറ്റപ്പോൾ അദ്ദേഹത്തിൻ്റെ സദ്ഭരണം മൂലം ആ രാജ്യത്തിന് ഭാരതവർഷം എന്ന പേര് ഉണ്ടായി, നമ്മുടെ ഭാരതം. പിന്നെ 9 പേർ അദ്ദേഹത്തെ രാജ്യഭരണത്തിൽ സഹായിക്കുകയും ചെയ്തു. ഓരോരോ ഖണ്ഡങ്ങളായിട്ട് അവർ ഭാരതവർഷത്തെ ഭരിച്ചു. മറ്റ് 9 പേർ യോഗികളായി തീർന്നു. ബാക്കിയുള്ള 81 പേരാകട്ടെ തപോബലം കൊണ്ട് ബ്രാഹ്മണരായി തീർന്നു. അങ്ങനെ ഒരേ മാതാപിതാക്കളിൽ നിന്നു ജനിച്ചവരിൽ 10 പേർ ക്ഷത്രിയർ, 9 പേർ യോഗിമാർ, 81 പേർ ബ്രാഹ്മണർ. അപ്പോൾ ജന്മമല്ല, കർമ്മമാണ് വർണ്ണവിഭാഗത്തിന് നിദാനം എന്ന് നമുക്ക് ഇതിൽ നിന്ന് ഊഹിക്കാം. നവാഭവൻ യോഗിവര നവാന്യേ ത്വപാലയൻ ഭാരതവർഷഖണ്ഡാൻ സൈകാത്വശീതിസ്തവ ശേഷപുത്രാസ്തവോ ബലാത് ഭൂസുരഭൂയമീയുഹു. ഇന്ന് 8ാമത്തെ ശ്ലോകമാണ്. ഉക്ത്വാ സുരേഭ്യോദമുനീന്ദ്രമധ്യേ വിരക്തിമഭക്ത്യന്വിതമുക്തിമാർഗം സ്വയം ഗത പാരമഹംസ്യവൃത്തിമത ജഡോന്മത്ത പിശാചചര്യാം. പിന്നീട് നിന്തിരുവടി മുനീന്ദ്രന്മാരുടെ മധ്യത്തിൽ വെച്ച് പുത്രന്മാർക്കായി വിരക്തിയും ഭക്തിയും ചേർന്ന മുക്തിമാർഗത്തെ ഉപദേശിച്ചിട്ട് സ്വയം പരമഹംസവൃത്തി സ്വീകരിച്ച് ജഡന്മാരുടെയും ഉന്മത്തന്മാരുടെയും പിശാചുക്കളുടെയും വൃത്തിയെ സ്വീകരിച്ചു. ഒരിക്കൽ അദ്ദേഹം ബ്രഹ്മാവർത്തത്തിൽ വെച്ച് തൻ്റെ പുത്രന്മാർക്ക് ജ്ഞാനോപദേശം ചെയ്തു. പുത്രന്മാർക്ക് മാത്രമാണ് ഉപദേശമെന്ന് ആണെങ്കിൽ ബ്രഹ്മാവർത്തത്തിൽ പോകേണ്ട കാര്യമില്ല. വിരക്തി ഭക്ത്യന്വിത മുക്തിമാർഗം, വിരക്തി ഭക്ത്യന്വിത മുക്തിമാർഗം. ഈ ജന്മത്തില് വിരക്തി എങ്ങനെ ഉണ്ടാവണം, ഭക്തി എങ്ങനെ ഉണ്ടാവണം, മുക്തിമാർഗം എന്താണ്, ഇതൊക്കെയാണ് പറയുന്നത്, ഉപദേശിക്കുന്നത്.
അപ്പം അത് മുനീന്ദ്രന്മാർ നിറഞ്ഞ സദസ്സിൽ വെച്ചാണ് ഉപദേശം. അപ്പോൾ പുത്രന്മാർ മാത്രമല്ല, എല്ലാ മനുഷ്യരെയും ഉദ്ദേശിച്ചാണ് അദ്ദേഹം അങ്ങനെ ഉപദേശം നൽകിയത്. വിരക്തി, ഭക്തി എന്നിവയോടുകൂടിയ മുക്തിമാർഗം ഇങ്ങനെ ലോകത്തിന് ഉപദേശിച്ച ശേഷം ഋഷഭദേവൻ പരമഹംസവൃത്തി സ്വീകരിച്ചു. അതായത് മറ്റാളുകളുമായുള്ള ഇടപെടൽ ഒഴിവാക്കാനാകണം അദ്ദേഹം ജഡന്റെയും ഉന്മത്തന്റെയും പിശാചിൻ്റെയും പെരുമാറ്റ രീതികൾ മാറി മാറി സ്വീകരിച്ചത്. അത് വളരെ വിചിത്രം തന്നെയാണ് കേട്ടോ. ചിലപ്പോൾ മിണ്ടാതെ കിടക്കും, ചിലപ്പോൾ ഭ്രാന്തനെ പോലെ പെരുമാറും, ചിലപ്പോൾ അന്യർക്ക് ഭയമുണ്ടാകുന്ന രീതിയിൽ പെരുമാറും പൈശാചികമായി.